إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل أي شيء أكبر شهادة قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ഈമാനോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ 11 തവണ ആവർത്തിച്ച ഒരു പദമാണ് ബരീ. എന്താണ് ഖുർആൻ ഈ ബരീ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ബരീ എന്ന വാക്കിനർത്ഥം ഒഴിവായവൻ, നിരപരാധിയായവൻ, മുക്തനായവൻ എന്നൊക്കെയാണ് ബരീ എന്ന വാക്കിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞ പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരും ഞാൻ ബരീ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിലധികം തവണ ഞാൻ ബരീ ആണ് എന്ന് പറയണം എന്ന് ഖുർആനിൽ കൽപ്പനയുണ്ട്. മനുഷ്യൻ ഒരു സമൂഹമാണ്, ഒരൊറ്റ സമൂഹം. അവൻ്റെ രക്തത്തിൻ്റെ നിറമൊന്നാണ്, അവൻ ശ്വസിക്കുന്ന വായു ഒന്നാണ്, വെള്ളമൊന്നാണ്, അവൻ്റെ ഭൂമിയിൽ, അവൻ ജീവിക്കുന്ന ഭൂമിയിലെ ഊർജങ്ങളുടെ സ്രോതസ്സായ സൂര്യൻ ഒന്നാണ്. അതിർത്തികളും രാജ്യങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെയാക്കി തിരിച്ചത് അതൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, ഇതെല്ലാം ഉണ്ടായത് മനുഷ്യന് കൊടുക്കലും വാങ്ങലും ക്രയവിക്രയങ്ങളുമെല്ലാം സുതാര്യമായി അതിൻ്റെ മട്ടത്തിന് നടക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ഉൾക്കൊള്ളുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഒരാൾ മറ്റൊരാളെ അടിച്ചു കൊല്ലുകയോ ചവിട്ടിക്കൊല്ലുകയോ ചെയ്യില്ല. ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ച് ചവിട്ടിയും അടിച്ചും
കൊല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരു ബോധം ആദ്യമായി വേണം. എല്ലാവരുടെയും ശരീരത്തിൽ അടിച്ചാൽ വേദനയുണ്ടാകും. മനുഷ്യന്റെ വികാരങ്ങൾ എല്ലാവർക്കും, ഏത് നാട്ടിലും ഏത് രാജ്യത്തും മനുഷ്യന്റെ വികാരങ്ങൾ ഒന്നാണ്, വേദനയൊന്നാണ്, കഷ്ടപ്പാടൊന്നാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ഒന്നാണ് ഏത് രാജ്യത്ത് ജീവിക്കുന്നവൻ. ഇത് ഉൾക്കൊണ്ടാൽ പാവപ്പെട്ട ഫലസ്തീനികളെ ജൂതന്മാര് ചവിട്ടി അരക്കില്ല, നിഷ്ഠൂരം കൊല ചെയ്യില്ല. മനുഷ്യൻ ഇത് മറന്നതാണ് പ്രശ്നത്തിന്റെ കാരണം. കാനന്നാസു ഉമ്മത്തം വാഹിദ, അല്ലാഹ് പറയാണ്, മനുഷ്യരൊക്കെ ഒരൊറ്റ സമൂഹമാണ്, ഒരൊറ്റ സമൂഹമാണ്. കാനന്നാസു ഉമ്മത്തം വാഹിദ. ഈ മനുഷ്യർ ഏത് നാട്ടിൽ എവിടെയാണെങ്കിലും എങ്ങനെ ജീവിക്കണം, എന്താണ് നന്മ, എന്താണ് തിന്മ, ആർക്കാണ് ഈ ഭൂമിയിൽ ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക, നിർഭയത്വം കിട്ടുന്ന, ഭയമില്ലാതെ ജീവിക്കാൻ പറ്റിയ വിശ്വാസം എന്താണ്, കർമ്മങ്ങൾ എന്താണ്, ഇതൊക്കെ പഠിപ്പിക്കാൻ ബഅസല്ലാഹു നബിയ്യീന, അള്ളാഹു കാലാകാലങ്ങളിൽ ഓരോ രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും മനുഷ്യരുള്ളയിടത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. അവർ സന്തോഷ വാർത്ത അറിയിച്ചു, അവർ താക്കീത് ചെയ്തു. വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്, അവർക്ക് അവരുടെ കൂടെ വേദഗ്രന്ഥവും അള്ളാഹ് ഇറക്കി കൊടുത്തു. എന്തിനാണത്? ലിയഹ്കുമ ബൈനന്നാസി ഫീ മഖ്തലഫൂ ഫീ, അവർക്കിടയിൽ ചില ആശയപരമായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അവിടെ തീർപ്പ് കൽപ്പിക്കണം. മനുഷ്യർക്കിടയിൽ ആശയപരമായ ഭിന്നിപ്പുണ്ടാകും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. തീർപ്പ് കൽപ്പിക്കാൻ വേദഗ്രന്ഥവും അവർക്ക് അയച്ചു കൊടുത്തു. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതുഹു മിൻ ബഅദി മാ ജാഅത്തുമുൽ ബയ്യിനാതു ബഗയം ബൈനഹും, ഈ വ്യക്തമായ വേദഗ്രന്ഥമാകുന്ന തെളിവുകൾ വന്ന് കിട്ടിയിട്ടും പിന്നെ മനുഷ്യന്മാർ ഭിന്നിച്ചില്ലേ? എന്താ അതിന്റെ കാരണം? ബഗയം ബൈനഹും, അവർക്കിടയിലുള്ള വിരോധങ്ങൾ മാത്രമാണ്, ആദർശ പ്രശ്നമൊന്നുമല്ല. പരസ്പരമുള്ള വിരോധങ്ങളും ശത്രുതയുമാണ് വേദഗ്രന്ഥം കിട്ടിയിട്ടും അവർ ഭിന്നിക്കാൻ കാരണം. ഫഹദല്ലാഹു അല്ലദീന ആമനൂ, ഈമാനുള്ളവരെ അല്ലാഹ് ഹിദായത്തിലാക്കി. ലിമഖ്തലഫൂ ഫീഹി മിനൽ ഹഖ് ബിഇദ്നി, സത്യത്തിന്റെ കാര്യത്തിൽ അവർ ഭിന്നിച്ച വിഷയത്തിൽ അള്ളാഹിന്റെ പ്രത്യേകം അനുമതിയോടെ തൗഫീഖോടെ അള്ളാഹു ഈമാനുള്ളവരെ നിർമാർഗത്തിലാക്കി. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിർമാർഗത്തിലേക്ക് അള്ളാഹു അവർക്ക് വഴി കാണിക്കും. വേദഗ്രന്ഥവും പ്രവാചകന്മാരും ഒക്കെ വന്നത് മനുഷ്യന്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കാനാണ്. എന്നാൽ ആ പ്രവാചകന്മാരെ വരെ ആരാധിക്കുന്ന അവസ്ഥ മനുഷ്യരിൽ വന്നു. മനുഷ്യർ ഭിന്നിച്ചു, ആദർശത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, പരസ്പര സ്നേഹം നിലനിർത്തി, മനുഷ്യരാണ് എന്ന പരിഗണന നിലനിർത്തി, സൗഹാർദ്ദം നിലനിർത്തി അവരോട് യഥാർത്ഥ ആശയം പറയണം. ഫിറഔനിന്റെ മുന്നിൽ വരെ കൂലാ കൗലൻ ലയ്യിനൻ, രണ്ടാളോട് പറഞ്ഞു, ഹാറൂനിനോടും മൂസാ നബിയോടും പറഞ്ഞു, രണ്ട് പ്രവാചകന്മാരോടും പറഞ്ഞു, നല്ല വാക്ക് പറയണം, സ്നേഹത്തോടെ അവർക്ക് ഈ ആദർശം പറഞ്ഞു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അവർക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടും ആളുകൾ അത് അംഗീകരിക്കാതെ, അത് ഉൾക്കൊള്ളാതെ യഥാർത്ഥമായ സത്യത്തിൽ നിന്ന് വഴിമാറി അവർ ജീവിച്ചു. അപ്പോൾ പ്രവാചകന്മാരോട് അല്ലാഹു തആല പറയാൻ കൽപ്പിച്ചതാണ് ഞങ്ങൾ ബരീ ആണ് എന്നത്. എന്തിൽ നിന്നാണ് ബരീ? കുൽ, നബിയെ ചോദിക്കുക, അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഷഹാദത്തിൽ സാക്ഷ്യത്തിൽ ഏറ്റവും വലിയത് ഏതാണ് എന്ന് ചോദിക്കുക. ഏതാണ് ഏറ്റവും വലിയ ഷഹാദ? കുൽ, പറഞ്ഞു കൊടുക്കുക, അല്ലാഹു ഷഹീദും ബൈനി വബൈനക്കും, എനിക്കും നിങ്ങൾക്കുമിടയിൽ അതിന് അല്ലാഹു സാക്ഷിയാണ്. അക്ബർ ഷഹാദത്ത് ഏതാണ് എന്നതിന്. വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ ലിഉൻദിറക്കും ബിഹി വമൻ ബലഗ, ഈ ഖുർആൻ എനിക്ക് വഹിയായി നൽകുകയാണ്. എന്തിനാണ് വഹിയായി നൽകുന്നത്? നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ഈ ഖുർആനിന്റെ സന്ദേശം ആർക്കൊക്കെ എത്തുകോ, വമൻ ബലഗ, ആരിലൊക്കെയോ എത്തുമോ അവർക്കൊക്കെയും ഇതുകൊണ്ട് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്.
എന്നൊരു ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയോ? അഇന്നക്കും ലതഷ്ഹദൂന, അഇന്നക്കും തീർച്ചയായും നിങ്ങളാണോ, ലതഷ്ഹദൂന നിങ്ങളുടെ ജീവിതം സാക്ഷിയാകുമോ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതം സാക്ഷിയാകുമോ, അന്ന മഅല്ലാഹി ആലിഹത്തൻ നുഹ്റ, അള്ളാന്റെ കൂടെ മറ്റേതെങ്കിലും ഒരു ഇലാഹിനെ, ആ ഇലാഹുണ്ട് എന്നതിന് ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളുടെ ജീവിതം സാക്ഷിയാകുമോ? കുൽ പറയണം ലാ അഷ്ഹദ്, കുൽ പറയുക ലാ അഷ്ഹദ്, ഞാൻ ഒരിക്കലും അത്തരമൊരു കാര്യത്തിന് എന്റെ ജീവിതം സാക്ഷിയായില്ല. കുൽ പറയണം, പ്രഖ്യാപിക്കണം, ഇന്നമാ ഹുവ ഇലാഹു വാഹിദ്, ഒരേ ഒരു ആരാധ്യനേ ഉള്ളൂ, അല്ലാഹു മാത്രം. വ ഇന്നനീ ബരീഉൻ, തീർച്ചയായും ഞാൻ ബരീ ആണ്, മുക്തനാണ്, മാറി നിൽക്കുന്നവനാണ്, ഒഴിഞ്ഞു നിൽക്കുന്നവനാണ്. മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഷിർക്കിൽ നിന്നും, ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും, ആരാധനകളിൽ നിന്നും പൂർണ്ണമായും ഞാൻ ബരീ ആണ്. സഹോദരങ്ങളെ, നമ്മുടെ ഷഹാദത്ത് ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ മുന്നിൽ ഒരു വാക്കുണ്ട്, എന്താണ്? അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, എന്റെ ജീവിതം സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ അതിന് സാക്ഷിയായി ജീവിക്കണം. മനുഷ്യൻ ഒരൊറ്റ സമൂഹം, സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ അവർ ജീവിക്കണം, കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ജീവിക്കണം. പക്ഷേ ആശയം, ആദർശം അതൊരിക്കലും ഇടകലരാൻ പാടില്ല. അത് ബരീ ആണ്. എന്റെ ആശയം ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ ബരീ ആണ്. മുൻകഴിഞ്ഞ സമൂഹം വ്യക്തികൾ ആരാധിച്ചു, മരങ്ങൾ ആരാധിച്ചു, വിഗ്രഹങ്ങൾ ആരാധിച്ചു, സൂര്യനെ ആരാധിച്ചു, ചന്ദ്രനെ ആരാധിച്ചു. ഇബ്രാഹിം നബി തെളിവ് പറഞ്ഞു കൊടുത്തു, സൂര്യനെ കാണിച്ചു, ചന്ദ്രനെ കാണിച്ചു, തെളിവ് പറഞ്ഞു കൊടുത്തു, ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ കൗമി ഇന്നി ബരീഉൻ, ഞാൻ ബരീ ആണ്, മിമ്മാ തുശ്രികൂൻ. ഇബ്രാഹിം നബിന്റെ വാക്ക. നബിയോട് പറഞ്ഞു, നബിയെ താങ്കൾ പറയുക. നബിനോട് അല്ലാഹു തആല കൽപ്പി, വഇൻ കദ്ദബൂക, നബിയെ താങ്കൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ നിഷേധിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, ഫഖുൽ നിങ്ങൾ പറയണം, ലീ അമലി വലക്കും അമലുക്കും, എനിക്ക് എന്റെ അമല്, നിങ്ങൾക്ക് നിങ്ങളെ അമല്. അൻതും ബരീഊന, അൻതും ബരീഊന മിമ്മാ അഅമൽ, ഞാൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവായി നിൽക്കുന്നുണ്ട്. വഅന ബരീഉൻ മിമ്മാ തഅമലൂൻ, ഞാൻ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഞാനും ബരി ആണ്. അൻതും ബരീഊന വ അന ബരീ. എന്താണ് സഹോദരങ്ങൾ ഈ പറഞ്ഞത്? ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ, അല്ലാഹനെ ഞാൻ സാക്ഷ്യപ്പെടുത്താം. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യപ്പെടുത്തണം. നബിനോട് പറയാ, അല്ലാഹനെ ഞാൻ സാക്ഷ്യപ്പെടുത്താണ്, നിങ്ങളും സാക്ഷ്യപ്പെടുത്തണം ജീവിതം കൊണ്ട്. എന്തിനു സാക്ഷ്യപ്പെടുത്തണം? അന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, സകല ഷിർക്കിൽ നിന്നും ഞാൻ ബരീ ആണ് എന്ന് നിങ്ങളും സാക്ഷ്യപ്പെടുത്തണം. ഖുർആന്റെ കൽപ്പനയാണ്. മുഅവ്വദത്താനി എന്ന പേരിൽ അറിയപ്പെടുന്ന 2 സൂറത്ത് ഖുർആനിലുണ്ട്. മുകശ്കിശത്താനി എന്ന പേരിൽ അറിയപ്പെടുന്ന 2 സൂറത്തിന്റെ ഖുർആനിൽ. മുകശ്കിശത്താനി, ഏതാണ് 2 സൂറത്ത്? ആ സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നമസ്കാരങ്ങളിൽ, ഫർദ് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും ആവർത്തിച്ചോദിയ മുഫസ്സലായ സൂറത്തുകൾ 2 സൂറത്ത്. അതേതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താണ് ഈ മുകശ്കിശത്താനി എന്ന് പറഞ്ഞാൽ? അത് ഞാൻ ഈ പറഞ്ഞ ബരീ എന്ന ആശയം വരുന്നൊരു പദ. ഒഴിഞ്ഞു നിൽക്കൽ, വേറിട്ട് നിൽക്കൽ, വ്യതിരക്തത കാണിക്കൽ, ആ 2 സൂറത്ത്. സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് സംശയങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞ പല വിഷയങ്ങളോടും നമുക്ക് മറ്റുള്ള സമൂഹത്തിന്റെ ഒരു ശിർക്കപരമായ ഒരു വിശ്വാസവും നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും ഒരു അനുഭാവം പ്രകടിപ്പിച്ചുകൂടെ, ഒരു ആശംസ പറഞ്ഞുകൂടെ, ഒന്ന് വിഷ് ചെയ്തുകൂടെ? ഇതാണ് പലർക്കും സംശയം. നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ മറുപടി? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ മുന്നിൽ അത് വരച്ച് കാണിക്കുന്നുണ്ട്. അതിനോട് നമ്മളെ ജീവിതം സാക്ഷിയാണോ എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ആലോചിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കാം. നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സൂറത്ത്. ഈ സൂറത്ത് അവസാനിക്കുന്നത് വലല്ലാലി എന്ന് പറഞ്ഞിട്ടാ.
ഉടനെ നമ്മൾ പറയും ആമീൻ. ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഒരാളും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആമീൻ എന്ന് പറയും. ആരാ വലല്ലാലീൻ? അള്ളാഹുവിന് സന്താനം ജനിച്ചു എന്ന് ആദർശപരമായി വിശ്വസിക്കുന്ന ആളുകളാണ് ലാലീൻ. അവരിൽ ഉൾപ്പെടുത്തല പടച്ചോനെ എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ എന്ന് പറയും. വലല്ലാലീൻ ആവർത്തിച്ചാവർത്തിച്ച് എത്ര തവണ. എന്താണ് സൂറത്തുൽ ഇഖ്ലാസ്? ഖുർആനിന്റെ 3 ഭാഗമാക്കിയാൽ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഖുൽഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ മാതിരിയാണെന്ന്. എന്താണ് അതിന്റെ ആശയം? എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഈ സൂറത്തിൽ ഇഖ്ലാസ് എന്നുള്ള വാക്കില്ലല്ലോ. പിന്നെ സൂറത്തിന് പേര് വന്നത് എങ്ങനെയാ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിലെ കണിശതക്ക് പറയുന്ന പേരാ ഇഖ്ലാസ്. അതിനോടുള്ള താല്പര്യം, ആത്മാർത്ഥത, സത്യസന്ധതക്ക് പറയുന്ന പേരാണ് ഇഖ്ലാസ്. ആ പദം ആ സൂറത്തിലില്ല. പിന്നെ എന്താണത്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഏകനാണ്. ഏകനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു സ്വമദ്. ഖുർആനിൽ ഒരൊറ്റ തവണ ആവർത്തിച്ച പദ സ്വമദ്. രണ്ടാമത്തെ ഒരു വാക്ക് കാണൂല. സ്വമദ് എന്ന പദം ഖുർആനിൽ വേറെ കാണൂല. ലം യലിദ് വലം യൂലദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒരാളുമില്ല. നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കാഫിരീങ്ങള്, നിഷേധികൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു ധാരണയിൽ പോകാം. ഞങ്ങൾ ആരാധനക്ക് നിങ്ങളൊന്ന് വിഷ് ചെയ്യുക, ഞങ്ങൾ ആരാധനക്ക് നിങ്ങളുടേതിന് ഞങ്ങളും നിങ്ങളും ഒന്ന് ഒരു ധാരണയിൽ പോയാൽ മതി. ആരാധിക്കണ്ട. ശ്രദ്ധിച്ചു കേൾക്കണം സഹോദരങ്ങളെ. ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ പൂജിക്കുന്നില്ല, ഒന്നും ചെയ്യണില്ല. പിന്നെന്താ? ഒരു ചേരല് മാത്രം, ഒരു വിഷയം. എനിക്ക് വിശ്വാസമില്ല. ഇതാണ് അവർ വന്ന് പറഞ്ഞത്. ആരാധിക്കണമെന്നല്ല. എന്താ കുല്യാൽ കാഫിറൂൻ ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കണമെന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങളും ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ. ആരാധിക്കുന്ന വിഷയമല്ല അവിടെ. ഒന്ന് വിഷ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഒരു അനുഭവം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ആയത്തിറങ്ങി വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അഅബത്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. എത്ര വട്ട ആവർത്തിച്ചത്? പറഞ്ഞതന്നെ വീണ്ടും പറയണേ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും ഒരുമിച്ച് എല്ലാ മതത്തിന്റെ ആശയങ്ങളും എല്ലാവരും കൂടി ചെയ്യണമെന്നല്ല. അത് വേറെയാണ്. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. ഞാൻ നേരത്തെ മേലെ ഓതി വെച്ച ആയത്ത്. ഇതൊരു ഭീകരവാദമൊന്നുമല്ല. അവനവന്റെ ആശയം അനുസരിച്ച് ജീവിക്കാം. ഏത് മതസ്ഥർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സ്നേഹപ്രവർത്തനങ്ങൾ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെയും വിഷ് ചെയ്യുക, സപ്പോർട്ട് പറയുക. അവർക്കൊക്കെയും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക. പക്ഷേ മതപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിനപ്പുറത്തുള്ളതിന് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം കൊണ്ട് ഒരിക്കലും ഒരു നിലക്കും സാക്ഷിയാകാൻ പാടില്ല. അതാണ് വ്യതിരക്തത. അതാണ് ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. ശബരിമലക്ക് മാറികിട്ട ഒരു ഹൈന്ദവ വിശ്വാസി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? ശബരിമലയിലേക്ക് പോകാൻ മാറികിട്ട ഒരു അമുസ്ലിം സഹോദരൻ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? ഇല്ല. ഇതൊരു തീവ്രവാദമായി, ഭീകരവാദമായി നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്കാർക്കെങ്കിലും ഒരു വെറുപ്പ് അവരോടുണ്ടോ? ഇല്ലല്ലോ. അത് അവരുടെ മതവിശ്വാസം. അതുകൊണ്ട് നമ്മൾ അവരെ നിർബന്ധിക്കൂല. അത് തിന്നാത്തതിന്റെ പേരിൽ നമ്മൾ അവരോട് ഒരിക്കലും വെറുപ്പ് പ്രകടിപ്പിക്കൂല. എന്താണ് ഇതിൽ ഉള്ളത്? ഇതിൽ ഇത്രയും വ്യക്തമായ തെളിഞ്ഞൊരു മാർഗമല്ലേ? ആശയമാണ്, ആദർശമാണ്, അതിന്റെ വ്യതിരിക്തതയാണ്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും ഒരു ഭീകരവാദമോ തീവ്രവാദമോ ആയി കാണേണ്ടതില്ല. മതത്തിന്റെ ആശയങ്ങൾ, ആചാരത്തെ ആ രൂപത്തിൽ കാണുക. മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കൂല. മുസ്ലിമീങ്ങൾ നബിന്റെ ജന്മദിനം ആഘോഷിക്കൂല. ജനിച്ച ദിവസം ആലോചിക്കുക. ജനിച്ച നാട്ടിൽ മക്കത്തും മദീനത്തും ഇല്ല, പല നാടുകളിലും ഇല്ല. ഒട്ടേറെ ക്രിസ്ത്യാനികളും ഇതിനെതിരാ. ഈസാ നബിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനെതിരാ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നില്ല.
അപ്പൊ ജന്മം നമ്മളെ മക്കളുടെ ആഘോഷിക്കാൻ പറ്റുമോ? അതും പറ്റൂല. ബർത്ത്ഡേ എന്ന് പറഞ്ഞ ആഘോഷം തന്നെ ഇസ്ലാമിലില്ല, ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. കേക്ക് മുറിക്കലും പിന്നെ മൈകുതിരി കത്തിച്ച് വെക്കലും അതിന്റെ പേരിൽ ആഘോഷങ്ങളും റൂം ബുക്ക് ചെയ്യലും ഹോട്ടൽ ബുക്ക് ചെയ്യലും വലിയ പ്രോഗ്രാം ആക്കിയിട്ട് നടത്താൻ പാടില്ല. ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അള്ളാഹിന്റെ ഹബീബായ റസൂൽ നമ്മളെ മക്കളെക്കാൾ, സ്വന്തത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ റസൂൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. ആ റസൂൽ തന്നെ ജന്മദിനം ആഘോഷിക്കാത്തവർ പിന്നെ സ്വന്തം വാപ്പാന്റെയും ഇമ്മാന്റെയും മക്കൾ ജന്മദിനം ആഘോഷിക്കാൻ പാടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നബിനേക്കാൾ ഇവരൊക്കെ പ്രിയപ്പെട്ടവരായി എന്ന് വന്നില്ല. ഇസ്ലാം ഒന്ന് പുറത്തു വരില്ല. ലാ യുഅ്മിനു, ഈമാനില്ലാതെ മരിച്ചു പോകും, മുഅ്മിനാകൂല എന്ന റസൂൽ പറഞ്ഞത്. ഗൗരവമുള്ള വിഷയത്തെ ഗൗരവത്തോടു കൂടി തന്നെ കാണാം. ഇനി ഞാൻ 1-2 ആയത്തുകൾ ഖുർആനിൽ കേൾപ്പിക്കാം, എന്നിട്ട് തീരുമാനിച്ചോളി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂലെന്ന്. സൂറത്ത് അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുക. എന്തിനാണ് അള്ളാഹ് ഖുർആൻ ഇറക്കിയത്? ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അള്ളാഹ്ക്ക് ദൈവത്തിന്റെ ഒരു കുട്ടി ജനിച്ചു, സന്താനം ജനിച്ചു എന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാനാണ്. എന്നിട്ട് അള്ളാഹ് പറയാ മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലിയ, ഓർക്കൊരു വാപ്പാക്കോ, ആ വാക്ക് നോക്കണം, മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബായിഹിം, അവർക്കൊരു വാപ്പാർക്കോ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. എങ്ങനെ അവർ പറയാ ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന്? കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരെ തൊള്ളിൽ നിന്ന് വന്ന വാക്ക് ഗുരുതരമാണ്, ഗുരുതരമാണ്. കബുറത് കലിമത്തൻ, എന്താണ് ആ വാക്ക്? ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന വാക്ക് കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് വന്ന ഏറ്റവും ഗുരുതരമായ വാക്ക്. അതിനോടപ്പുറത്ത് ഒരാളെ തൊള്ളിൽ നിന്നൊരു വാക്ക് വരാനില്ല. അള്ളാഹ് ഒരു കുട്ടിനെ സ്വീകരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സൃഷ്ടികൾ സ്വീകരിക്കായിരുന്നു. അള്ളാഹു വാഹിദും ഖഹാറുമാണ്. മത്തഖദ സാഹിബത്തും വലാ വലദ, അള്ളാഹ്ക്ക് ഒരു ഇണയുമില്ല, മക്കളൊന്നുമില്ല. അതാണ് അള്ളാഹു അഹദ്. ഇനി സൂറത്ത് മറിയമിൽ അള്ളാഹ് പറയാണ് വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അവര് പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചു. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ, ഇത് ഗുരുതരമായ കാര്യമാണ്, ഗുരുതരമായ കാര്യമാണ്. ഇദ്ദ, അത്രയും ഗുരുതരമായ കാര്യമാണ്. എന്താണ് അതിന്റെ ഗുരുതരം എന്ന് പറഞ്ഞാൽ? തഖാദു സമാവാതു യതഫത്തർന, ആകാശം പൊട്ടിപ്പിളർന്നു പോകും. വതൻഷഖുൽ അർളു, ഭൂമി വിണ്ടുകീറും. മുതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്നു പോകും. അൻ യത്തഖിദ വലദ, അല്ലാഹ് ഒരു കുട്ടിനെ സ്വീകരിച്ചു എന്ന വാക്കിന്റെ ഗൗരവം എന്താണ്? ആ ഖബറസ് കലിമത്തിന്റെ ഗൗരവം എന്താണ്? ആകാശം പൊട്ടിപ്പിളരും, ഭൂമി വിണ്ടുകീറും, പർവ്വതങ്ങൾ തകർന്നു പോകും. ഇനി ഒരു അല്പമെങ്കിലും ചിന്താശേഷിയുള്ള ഒരു മുസ്ലിമിന് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകാതെ പോവോ? തീർന്നിട്ടില്ല. അള്ളാഹു വീണ്ടും അതിൽ തുടർന്ന ആയത്തിൽ പറയാ എന്താണ് ഇതൊക്കെ കാരണം. അള്ളാഹ് ആദ്യം പറഞ്ഞു തഖദല്ലാഹു വലദ, എന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് അള്ളാഹ് വീണ്ടും പറയാ റഹ്മാനി വലദ. എന്താ കാരണം അറിയോ? പരമകാരുണികന് സന്താനണ്ടെന്ന് വാദിച്ചതിനാൽ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റഹ്മാനായ റബ്ബിന് ഒരിക്കലും യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത്. ഇൻ കുല്ലുൻ മൻ ഫിസ് സമാവാതി വൽ അർളി ആതി റഹ്മാൻ അബ്ദ, ആകാശഭൂമികളിലെ എല്ലാ വസ്തുക്കളും അല്ലാഹുക്ക് അബ്ദ, അല്ലാഹുവിന് അടിമയാണ്, അബ്ദാണ്. ഇനി ഈ വിശ്വാസമുള്ള ഒരു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആരാവട്ടെ ദൈവത്തിന് പുത്രനുണ്ട് എന്ന വിശ്വാസമുള്ളവരാണോ ഭൂമിയിൽ കൂടുതൽ? ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, നാം അവരെ അത്തരം ആളുകളെ എണ്ണിക്കണക്കാക്കി ക്ലിപ്തപ്പെടുത്തിപ്പിടിച്ചിട്ടുണ്ട്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, എണ്ണി തിട്ടപ്പെടുത്തി ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, എത്ര വലിയ സമൂഹത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും ഞാൻ അവനെ ഒറ്റയ്ക്ക് എന്റെ അടുക്കലേക്ക് കൊണ്ടുവരും. വകുല്ലുഹും യൗമൽ ഖിയാമത്തി ആതീഹി ഫർദ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. ഗ്രീറ്റിംഗ് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർ തൂക്കാൻ പറ്റുമോ? ആശംസ അറിയിക്കാൻ പറ്റുമോ? നമ്മൾ പരിശുദ്ധ ഖുർആനെ മുന്നിൽ വെച്ച് പഠിക്കുക. ഈസാ നബി സംസാരിച്ചു ആദ്യമായി. എവിടെ വെച്ച്? ഈസാ നബി എവിടെ വെച്ച് ആദ്യമായി സംസാരിച്ചു? തൊട്ടിയിൽ വെച്ച്. എന്താ സംസാരിച്ചത്? തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. ആളുകൾ ഒരുമിച്ച് കൂടി മറിയം ബീവിന്റെ വീട്ടിലേക്ക് വന്നു. ഫാഷാറത്തിലെ ചൂണ്ടിക്കാണിച്ചു, തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഖാലു, അവർ ചോദിച്ചു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ, ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കേ? ആരാണ് ഈ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി? അതിന്റെ മറുപടിയാ കിട്ടേണ്ടത് ജനങ്ങൾക്ക്. പിതാവില്ലാതെ ഭർത്താവില്ലാതെ ഒരു കുട്ടി ജനിച്ചു, ഈ കുട്ടി ആര്? ചോദ്യത്തിന് മറുപടി മറിയം ബീവിയോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുത് എന്ന്.
ലയുക്കല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോട് മിണ്ടണ്ട. അഷാറത്തിലെ ചൂണ്ടി, തൊട്ടിലേക്ക് ചൂണ്ടി. കുട്ടി സംസാരിക്കുക, കേട്ടോളൂ. ഒരറ്റായത്ത് മൻ കാന ഫിൽ മഹ്ദി സബിയ ഖാല ഇന്നി അബ്ദുല്ലാഹ്. എന്താണ് ഈസാ നബി തൊട്ടി സംസാരിച്ചത്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അബ്ദുല്ലാഹി വറസൂൽ, ഇതാ തൊട്ടി സംസാരിച്ചത്. ഞാൻ അള്ളാഹിന്റെ പുത്രനാണ് സംസാരിച്ചത്. ഇത് ഖുർആനാണ് സഹോദരങ്ങളെ, ഇത് ഖുർആനാണ്. ഈ വിശ്വാസത്തിന് സാക്ഷിയാകണം നമ്മൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിതം മുഴുവനും സ്വകാര്യവും പരസ്യവും രഹസ്യവും ചെറുതും വലുതുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന് വിരുദ്ധമാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹിജ്റ വർഷം 1447 റജബ് 5 ഇന്ന്. റജബ് പവിത്രമായ മാസമാണ്. 4 പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ്. മുൻഗാമികളായ സലഫുകൾ റമദാനിന് മുമ്പ് 6 മാസവും റമദാനിന് ശേഷം 6 മാസവും അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. റമദാൻ 6 മാസം അവരതിനെ സ്വീകരിക്കാനുള്ള ഒരുക്കായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസം നിലനിർത്താനുള്ള ശ്രമമായിരുന്നു. അപ്പൊ റജബ്, ഷഅബാൻ, റമദാൻ, ഈ 3 മാസങ്ങൾ. റജബ് പവിത്രമാണ്, ഷഅബാനും റമദാനും. അപ്പൊ ഈ 3 മാസത്തെ കൂട്ടിയിട്ട് പല ആളുകളും ഇപ്പോൾ പറയുന്ന, പലരും കേൾക്കുന്ന ഒരു വാക്കാണ് റജബ് എന്ന് പറഞ്ഞാൽ അത് കൃഷി ഇറക്കുന്ന മാസമാണ്. ഷഅബാൻ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് നനക്കണ മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കൃഷി വിളവെടുക്കുന്ന മാസമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം എന്താ അവസ്ഥ അറിയങ്ങൾ? റജബിനെ പറ്റി പറയുന്നത് കൃഷി ഇറക്കണം. കൃഷി ഇറക്കുമ്പോൾ തന്നെ അതിൽ കീടാണ്, സങ്കടകരല്ലാതെ എന്താ പറയാ. റജബ് പിറന്നപ്പോ അതിൻ്റെ കൂടെ കുറേ ബിദ്അത്തുകളാണ് ഇസ്ലാമിലെ ഇത്തിക്കണ്ണികൾ. അതാണ് കീടം. റജബ് കൃഷി ഇറക്കണ മാസം, ഷഅബാൻ നനക്കണ മാസം, റമദാൻ അത് കൊയ്യണ മാസം. പക്ഷേ ഇത് ഇറക്കുമ്പോൾ തന്നെ എന്താണ്, അത് വിത്ത് തന്നെ തകരാറാ സംഭവിക്കുന്നത്. കാരണം ബിദ്അത്തുകൾ കൊണ്ടാണ് റജബ്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ രാത്രി അഥവാ വ്യാഴാഴ്ച രാവിലെ സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞ നിസ്കാരം ഉണ്ട്. പലയിടത്തും നടന്നു. നബി പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. ഈ മാസത്തിന്റെ പവിത്രതകളൊക്കെ പഠിപ്പിച്ച ഒരാളും അത് കാണിച്ചു തന്നിട്ടില്ല. ദാലിക മിനൽ ബിദ്അഇ ലത്തി ലം യഫ്അലഹാ നബി വലാ സ്വഹാബിഹി. നബിയും ചെയ്തിട്ടില്ല, സ്വഹാബികളും ചെയ്തിട്ടില്ല. ഹാഫിള് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, ലം യർദ് ഫീ ഫളി ശഹ്രി റജബിൻ വലാ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു വലാ ഫീ ഖിയാമി ലൈലത്തി മഖ്സൂസ ഫീഹി. ഷഅബാൻ ഈ റജബ് മാസത്തിൽ ലം യർദ് ഫീ ഫളി ശഹ്രി റജബ്, റജബിന്റെ ഫള് പറയുന്ന സ്വഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല. എന്തെങ്കിലും സാധാരണ ഇല്ലാത്ത ഒരു പവിത്രമായ മാസത്തിന്റെ പവിത്രതകളല്ലാത്ത ഒന്നും, പ്രത്യേകിച്ചൊരു നിസ്കാരോ ഒരു നോമ്പോ വലാ ഫി സിയാമിൻ ഒന്നും വന്നിട്ടില്ല. ഖിയാമുൽ ലൈലത്തി മഖ്സൂസ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തെളിവിന് പറ്റിയ സ്വഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല. മുഴുവൻ ഹദീസുകളും മൗദൂ ഹദീസുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്ത് കൊണ്ടല്ല തുടങ്ങേണ്ടത്, സുന്നത്ത് കൊണ്ട് തുടങ്ങാം. നമ്മൾ സാധാരണ എണ്ണി വരുന്നത് പ്രകാരം ഒരു പുതിയ വർഷം പറക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ആയുസ്സിൽ ഒരു വർഷം കുറയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നല്ല തീരുമാനങ്ങൾ എടുക്കുക. നല്ല തീരുമാനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിച്ചു മരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിന് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരട്ടെ. നമ്മുടെ പള്ളിയുടെ
വൈസ് പ്രസിഡന്റായ സൈഖ് അബൂബക്കർ സാഹിബിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിക്ക് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടാണ് അവർ മരണപ്പെട്ടു പോയത്. അള്ളാഹു തആല അവരൊന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല അവരെയും നമ്മയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ ഉമ്മ പുലർച്ചെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് കാലിൻ്റെ തുടയുടെ എല്ല് പൂർണ്ണമായും പൊട്ടിപ്പോയി. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല ആ ഉമ്മാക്ക് ശമനം പ്രദാനം ചെയ്യട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. അവർ സഹിക്കുന്ന മുഴുവൻ വേദനകളും അള്ളാഹു പാപങ്ങൾ പൊറുക്കപ്പെടാനും പരലോകത്ത് ദറജ ഉയരാനും അള്ളാഹു കാരണമാക്കി തീർക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ സഹോദരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു സഹോദരൻ കൂടി നമ്മളെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവരിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും സാക്ഷികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറഖി ശഖാ വസൂഇൽ ഖളാ وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع صحتك يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.